Hi dears, welcome to another online class of EdDream BCom, and our subject is BRL 101 Overview of Retailing, and now we are discussing Unit 4 Sourcing and Merchandising. We know that the retailers are the ultimate sellers, or they are selling the product directly to ultimate customers. നമ്മൾ പറഞ്ഞു പണ്ടത്തെ കൺസെപ്റ്റ് പ്രകാരം റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ചില്ലറ കച്ചവടക്കാരനായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എത്രയോ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട്. അതായത് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് നൽകുന്ന സെല്ലേഴ്സ്, അത്ര മാത്രമേ റീറ്റെയിലേഴ്സ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകളിൽ ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയതാണ്. കിയോസ്ക് വെൻഡിങ്ങുകൾ, വലിയ വലിയ മാളുകൾ, സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റീറ്റെയിൽ കടയിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ചെന്നാൽ അവിടെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. ഒരേ ഒരു പ്രോഡക്റ്റ് തന്നെ പല കാറ്റഗറിയിലുള്ളതുണ്ടായിരിക്കും, പല കമ്പനികളുടെ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ഒരേ കമ്പനിയുടെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. ഒരേ പ്രോഡക്റ്റ് തന്നെ പല രീതിയിൽ. അപ്പോൾ അത്രയും പ്രോഡക്ട്സ് ആ കടയിൽ അവർ കസ്റ്റമേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അവർ എത്രയോ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എത്രയോ മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ആ പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് അവരുടെ കടയിൽ അത് കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉണ്ട്, നെഗോഷിയേറ്റിംഗ് വിത്ത് സപ്ലയേഴ്സ് about quality of materials, and they have to be collected at a reasonable price and to be arranged at their shops for ultimate customers. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് വ്യത്യസ്ത സപ്ലയേഴ്സുമായി അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സുമായി നെഗോഷിയേഷൻസ് നടത്തി അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്, അവർക്ക് ആവശ്യമുള്ള സ്റ്റാൻഡേർഡിലുള്ള പ്രോഡക്റ്റ് ഒരു റീസണബിൾ പ്രൈസിൽ വാങ്ങി അവരുടെ കടയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. കാരണം വ്യത്യസ്തമായ ആവശ്യങ്ങളുമായിട്ടായിരിക്കും കസ്റ്റമേഴ്സ് കടയിലേക്ക് വരിക. അപ്പോൾ ആ കടയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഏതൊരു നീഡിനെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് നമ്മുടെ കടയിൽ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കടകൾക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി സപ്ലയേഴ്സുമായും ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സുമായും എല്ലാം ഒരുപാട് നെഗോഷിയേഷൻസ് നമ്മുടെ റീറ്റെയിലേഴ്സിന് നടത്തേണ്ടി വരാറുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. സോഴ്സിംഗ്. അപ്പോൾ ഏത് സപ്ലയറിൽ നിന്ന് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കണം, എത്ര മാനുഫാക്ചറേഴ്സ് വേണം, ഏതൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കണം, എത്ര രൂപയ്ക്ക് വാങ്ങിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സോഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്, സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിങ്. മെർക്കൻഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കടകളിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രോഡക്ട്സ്, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ മെർക്കൻഡൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോർ ഓഫ് അവർ മാർക്കറ്റിംഗ് ഓർ അവർ റീറ്റെയിലിംഗ്. നമ്മുടെ ഈ റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷൻ്റെ അല്ലെങ്കിൽ റീറ്റെയിലിങ്ങിൻ്റെ ഏറ്റവും എസൻസ് ആണ് മെർക്കൻഡൈസ്. അപ്പോൾ ആ മെർക്കൻഡൈസ് കടകളിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. അപ്പോൾ ഈ സോഴ്സിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മുടെ റീറ്റെയിലേഴ്സ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായി ഡിറ്റർമിനിങ് കാറ്റഗറീസ്. ഏതൊക്കെ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ കടകളിൽ സെയിൽസിന് വേണ്ടി റെഡിയാക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് പ്രോഡക്ട്സിൽ നമ്മൾ ഡീൽ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കടയിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്, ആ കാറ്റഗറീസ് തീരുമാനിക്കണം. ഉൽപ്പന്നങ്ങളുടെ കാറ്റഗറീസ് തീരുമാനിക്കണം. ദെൻ രണ്ടാമതായി ചെയ്യേണ്ടത് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഓർ അതർ മീൻസ് ഓഫ് സോഷ്യൽ മീഡിയാസ് ടു ഗ്യാദർ ഡാറ്റ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും ആവശ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മുടെ കടയിൽ അവൈലബിൾ ആക്കേണ്ടത് എന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തീരുമാനിച്ചു. അപ്പോൾ ആ പ്രോഡക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസിനെ കുറിച്ച് സോഷ്യൽ മീഡിയാസിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ ഒരു പ്രാവശ്യം നമ്മുടെ ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മീഡിയാസ് ഉപയോഗിച്ചാണ് സെയിൽസ് നടത്തുന്നത്.
ഒരു ഓർഗനൈസ്ഡ് സ്റ്റോറിൽ സാധാരണ ഷോപ്പ് പോലെയുള്ള കടകളിൽ വന്ന് ആളുകൾ വാങ്ങുന്നത് പോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചും അവർ പർച്ചേസിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കുക്കീസ് പോലെയുള്ള, നിങ്ങൾക്ക് പരിചിതമായിരിക്കും, അങ്ങനെയുള്ള നമ്മുടെ ആധുനിക ഓൺലൈൻ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനെ കുറിച്ചും അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നത്തിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും എല്ലാം ഡാറ്റ കളക്ട് ചെയ്യണം. ആ കസ്റ്റമറെ കസ്റ്റമൈസ് ചെയ്യണം നമ്മൾ. അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമ്മുടെ കടയിൽ നിന്ന് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുമ്പോഴേ നമുക്ക് അവരെ സാറ്റിസ്ഫൈഡ് ആക്കി നിലനിർത്താൻ കഴിയുകയുള്ളൂ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് വെൻഡർ ഓർ സോഴ്സസ് ഓഫ് സപ്ലൈ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പ്രോഡക്റ്റ് കാറ്റഗറിയാണ് എന്ന് തീരുമാനിച്ചു. കസ്റ്റമേഴ്സിനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും എല്ലാമുള്ള ഡീറ്റെയിൽഡ് ഡാറ്റ കളക്ട് ചെയ്തു. ഇനി ഏത് വെൻഡറിൽ നിന്ന് വേണം നമ്മൾ പ്രോഡക്റ്റ് കളക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് വെൻഡേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, മാനുഫാക്ചറേഴ്സിൻ്റെ ഏജൻറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ. അതാണ് ട്രഡീഷണൽ പാറ്റേൺ. പക്ഷേ ഇന്ന് പല വലിയ വലിയ റീറ്റെയിലേഴ്സും ചെയ്യുന്നത് അവർ ഇൻ്റർമീഡിയറീസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള റീറ്റെയിലിംഗ് ആണ്. അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഒക്കെ ലഭ്യമാവുന്ന വലിയ വലിയ മാളുകളൊക്കെ നമ്മുടെ എല്ലാ സിറ്റികളിലുമുണ്ട്. അപ്പോൾ അവരെല്ലാം ഇടയിൽ ഒരു ഹോൾസെയിലർ എന്നുള്ള ഒരു കണ്ണിയെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ടിട്ട് മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ് മെർക്കൻഡൈസ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിസ്ഇൻ്റർമീഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്, ഇൻ്റർമീഡിയറീസിനെ ഒഴിവാക്കിക്കൊണ്ട്. അതേപോലെ തന്നെ ചില റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നു? ദേ ആർ പ്രിഫറിങ് ഗ്ലോബൽ സോഴ്സിങ്. സോ ഗ്ലോബൽ സോഴ്സിങ് പ്രിഫർ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കൺട്രി ഓഫ് ഒറിജിൻ. ചില പ്രോഡക്ട്സ് ചില രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ഇംപ്രഷൻ ഉണ്ടായിരിക്കും. അതായത് ചില രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രോഡക്ട്സിന് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഗുഡ്സ് ഫ്രം ചൈനയിൽ നിന്നുള്ള ഗുഡ്സിന് എപ്പോഴും ഒരു റീസണബിൾ റേറ്റ് ഓഫ് പ്രൈസേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിനെക്കുറിച്ചെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്ലോബൽ സോഴ്സിങ് പ്രിഫർ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ഏറ്റവും ആദ്യം അത് ശ്രദ്ധിക്കണം. പ്രോഡക്റ്റിൻ്റെ ഒറിജിൻ കൺട്രി ഏതാണ് എന്നുള്ളത് പ്രത്യേകം നോക്കണം. ദെൻ രണ്ടാമതായി ചെയ്യേണ്ടത് ഫ്ലക്ച്വേഷൻസ് ഇൻ ഫോറിൻ കറൻസി. ഗ്ലോബൽ സോഴ്സിംഗ് സമയത്ത് നമ്മൾ ചെയ്യുന്നത് കറൻസി ട്രാൻസാക്ഷൻസ് എല്ലാം ഫോറിൻ കറൻസി ആയിട്ടുള്ള ഇടപാടുകളാണ്. അപ്പോൾ ആ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിൽ വരുന്ന ആ വിനിമയ നിരക്കിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിലും പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ചാർജിങ്ങിലും എല്ലാം അത് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ടാക്സ് ആണ്. ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള ടാക്സ് റേറ്റുകളായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലൊക്കെ GST വന്നതിന് ശേഷം ഏകദേശം ഒരേ പ്രൈസ് ലെവലിലെ എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടാക്സ് പോളിസി കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഗ്ലോബൽ സോഴ്സിംഗ് നടത്തേണ്ടത്. അപ്പോൾ സോഴ്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മളിപ്പോൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു പ്രോഡക്ട്സ് എവിടെ നിന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ ആരിൽ നിന്ന് വാങ്ങിക്കണം, ഏതൊക്കെ മാനുഫാക്ചറേഴ്സിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് ഒരു ഏകദേശ ധാരണയായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ദ സപ്ലയേഴ്സ് ആണ്. അതായത് സോഴ്സസിൻ്റെ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ചെയ്യാം, താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശകലനം ചെയ്യാം. ഏത് സപ്ലയറാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾക്ക് വിശ്വസ്തമായി അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ബെറ്ററായിട്ട് പ്രോഡക്റ്റ് ലഭിക്കും എന്നുള്ള രീതിയിൽ ഏത് ബെസ്റ്റ് സോഴ്സിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ആദ്യമായി സപ്ലയേഴ്സ് റിലയബിലിറ്റി കൺസിഡർ ചെയ്യും. ഏതൊക്കെ ഫാക്ടർ നോക്കിയാണ് നമ്മളൊരു സോഴ്സ് തീരുമാനിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സ് ഏതാണ്. നമ്മൾക്ക് കറണ്ട് പീരിയഡിലാണെങ്കിലും നമ്മുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസിലാണെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓർഡറിനനുസരിച്ച് പ്രൊഡക്ഷൻ, ആ പ്രോഡക്ട്സ് നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും,
നമ്മൾക്ക് വിശ്വസ്തരായിക്കൊണ്ട് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് പ്രോഡക്ട്സിൻ്റെ അവൈലബിലിറ്റി ലഭ്യമാക്കുമെന്ന് ഉറപ്പുള്ള കസ്റ്റമേഴ്സ് ഏതാണ് എന്ന് നമ്മൾ, അതായത് നമ്മുടെ സപ്ലയേഴ്സാണ്, നമ്മൾ ആരിൽ നിന്ന് വാങ്ങി നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിക്കണം. അപ്പം നമ്മളെ കസ്റ്റമറായി കാണുന്ന സമയത്ത് ഏത് സപ്ലയറാണ് ഏറ്റവും വിശ്വസ്തരായി നമ്മൾക്ക് സപ്ലൈ ചെയ്യുക, അതിനെക്കുറിച്ച് അവരുടെ വിശ്വാസ യോഗ്യതയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ദെൻ രണ്ടാമതായി കൺസിഡർ ചെയ്യേണ്ടത് ബെസ്റ്റ് ഓഫേർഡ് പ്രൈസസ് ആണ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ ആരാണ് ആ പ്രോഡക്ട്സ് നൽകുന്ന ഏറ്റവും വിശ്വാസയോഗ്യരായവർ ആരാണ് എന്ന് നമ്മൾ ഏകദേശം ഒരു കുറച്ച് പേരുടെ ലിസ്റ്റ് എടുക്കും. എന്നിട്ട് ആ ലിസ്റ്റിൽ നിന്ന് ഏത് സപ്ലയറാണ് നമ്മൾക്ക് ഏറ്റവും അനുകൂലമായ പ്രൈസിന് പ്രോഡക്റ്റ് നൽകുന്നത് എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ റീപേയ്മെൻറ്റ് മോഡ്സ് നോക്കണം, എത്ര ഗ്യാപ്പ് ടൈം പീരിയഡ് എത്രയുണ്ട് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഏതൊക്കെ രീതിയിലുള്ള പ്രൈസിങ് സ്റ്റാൻഡേർഡുകളാണ് അവർ ഉപയോഗിക്കുന്നത്, നമ്മൾക്ക് ഏറ്റവും അനുകൂലമായി ലഭ്യമാവുന്ന പ്രൈസ് റേറ്റ് ഏതാണ്, ആ പ്രൈസ് ഓഫറുകൾ കൺസിഡർ ചെയ്യണം. ദെൻ മൂന്നാമതായി ചെയ്യേണ്ടത് ലീഡ് ടൈം കൺസിഡർ ചെയ്യണം. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സിൻ്റെ സപ്ലൈക്ക് വേണ്ടി നമ്മൾ ഓർഡർ കൊടുക്കുകയും ആ ഓർഡർ നമ്മൾക്ക് ഡെലിവറി ആയി ലഭിക്കുകയും ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓർഡർ പ്ലേസ് ചെയ്ത് പ്രോഡക്ട്സ് നമുക്ക് ഡെലിവേർഡ് ആയി കിട്ടുന്നതിനിടയിൽ വരുന്ന ഒരു ടൈം ഗ്യാപ്പ്, ആ ലീഡ് ടൈം എത്രയാണ്? കാരണം കസ്റ്റമേഴ്സിന് എപ്പോഴാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് പ്രോഡക്റ്റ് നമ്മൾക്ക് നൽകാൻ കഴിയണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിലേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യാനുള്ള ആ ലീഡ് ടൈം അപ്രോപ്രിയേറ്റ് ടൈം ആയിട്ടുള്ളത് ഏത് സപ്ലയേഴ്സിൻ്റെ അടുത്താണ് എന്നുള്ളത് പരിശോധിക്കണം. ദെൻ അടുത്തതായി ചെയ്യേണ്ടത് ഹോണസ്റ്റ് ആൻഡ് എത്തിക്കൽ സപ്ലയർ. ഏത് സപ്ലയറാണ് ഏറ്റവും സത്യസന്ധമായി പെരുമാറുന്നത്? അല്ലെങ്കിൽ ചില ആളുകളുണ്ടാവും, അവർക്ക് ചില പോളിസിയൊക്കെ ഉണ്ടാവും, വർക്കിംഗ് എത്തിക്സ് ഉണ്ടായിരിക്കും, ബിസിനസ്സിൽ എത്തിക്സ് പാലിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ, ഏറ്റവും സത്യസന്ധമായും ഏറ്റവും ആദർശ ധീരരായി പെരുമാറുന്ന സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ദ സപ്ലയേഴ്സ് ഹാവ് ടു അപ്ഡേറ്റ് ദ ഡീറ്റെയിൽസ് വിത്ത് റീറ്റെയിലർ. ഓരോ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രോഡക്ട്സിൻ്റെ സപ്ലൈയെക്കുറിച്ച്, മാറി വരുന്ന ഡിമാൻഡിനെ കുറിച്ച്, അല്ലെങ്കിൽ മാറി വരുന്ന പ്രൈസിങ്ങിനെ കുറിച്ച്, ഓരോ മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കറക്റ്റായി റീറ്റെയിലേഴ്സിന് സമയാസമയങ്ങളിൽ അപ്ഡേഷൻ നൽകുന്ന മാനുഫാക്ചറേഴ്സിനെ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ വേണം നമ്മൾ സോഴ്സുകളായി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം സോഴ്സ് ഏതാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ കാറ്റഗറീസ് എല്ലാം വെച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യണം, ഓരോ സോഴ്സുകളെയും ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് എക്സിക്യൂട്ട് പർച്ചേസ് ആണ്. ആ പർച്ചേസ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് അങ്ങോട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അതാണ് അടുത്ത ഘട്ടം, അത് നടപ്പിൽ വരുത്തുക. അങ്ങനെ നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? വെറുതെ അങ്ങോട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കുകയല്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എക്സാമിനേഷൻ ഓഫ് മെർക്കൻഡൈസ്. നമ്മൾ വാങ്ങുന്ന, ഇപ്പോൾ പർച്ചേസ് ഓർഡർ കൊടുക്കാൻ പോവാണ്, അപ്പോൾ ആ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന മെർക്കൻഡൈസ് വിശദമായി പരിശോധിക്കണം. ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് എന്താ? ക്വാളിറ്റി ഓഫ് ദ മെർക്കൻഡൈസ്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നോക്കേണ്ടത് പ്രൈസ് നെഗോഷിയേഷൻ ആണ്. പർച്ചേസ് ഓർഡർ നൽകുന്നതിന് മുന്നേ നമ്മുടെ സപ്ലയേഴ്സുമായിട്ട്, നമ്മുടെ വെൻഡേഴ്സുമായിട്ട് വിലയെക്കുറിച്ച് ചില നീക്കുപോക്കുകളും സംസാരങ്ങളൊക്കെ നടത്തണം. ആ പ്രൈസിൽ നമ്മൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് തരത്തിലുള്ള ഡിസ്കൗണ്ടുകളുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾക്ക് കിട്ടുന്ന റിഡക്ഷൻ. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ മാനുഫാക്ചറർ ഒരു വിലയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് കുറച്ച് പൈസ കുറച്ചിട്ടാണ് നമ്മൾക്ക് തരാം. അപ്പോൾ ലിസ്റ്റ് പ്രൈസിൽ തരുന്ന റിഡക്ഷനാണ് ട്രേഡ് ഡിസ്കൗണ്ട്. പിന്നെ ഒരു ഡിസ്കൗണ്ടാണ് വോള്യൂം ഡിസ്കൗണ്ട്. ലാർജ് വോള്യൂം ഓഫ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾക്ക് എക്സ്ട്രാ യൂണിറ്റ്സ് ഒക്കെ നമുക്ക് അവർ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ അങ്ങനെയുള്ള വോള്യൂം ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഒരുപാട് യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രൈസിൽ റിഡക്ഷൻ തരും. അങ്ങനെയൊക്കെ വോള്യൂം ഡിസ്കൗണ്ട് കിട്ടാം. പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട്.
പ്രോംപ്റ്റ് പേയ്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ആ കൊടുക്കേണ്ട സംഖ്യയിൽ ഇളവ് തരാം, അങ്ങനെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട്. പിന്നെ ഓഫ് സീസൺ ഡിസ്കൗണ്ട്, പ്രൈസിങ്ങിൻ്റെ സമയത്തും നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ സീസണലിൽ ചാർജ് ചെയ്യുന്ന പ്രൈസും ചില സമയത്ത് ഡിമാൻഡ് ഉണ്ടാവില്ല നമ്മുടെ പ്രോഡക്റ്റിന്, അപ്പോൾ ഓഫ് സീസണിൽ നമ്മൾക്ക് നൽകുന്ന ഡിസ്കൗണ്ട്. പിന്നെ വേറെ ഏതാ, പ്രൊമോഷണൽ ഡിസ്കൗണ്ട്. ചില മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പ്രോഡക്ട്സ് റീറ്റെയിലേഴ്സ് വാങ്ങി അവരുടെ ഷോപ്പിൽ വെച്ച് വിൽക്കുന്നതിന് പകരമായി, അപ്പോൾ അവരുടെ പ്രോഡക്റ്റിനൊരു പരസ്യമാണ്. ഡിഫറെൻറ്റ് റീറ്റെയിലേഴ്സിൻ്റെ കടകളിൽ ഇങ്ങനെ അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇരിക്കുമ്പോൾ അത്രയും കസ്റ്റമേഴ്സ് അത് കാണാനിടവരുകയാണ്. അപ്പോൾ അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമാവുന്നതിന് വേണ്ടി ഈ റീറ്റെയിലേഴ്സിന് അവർ ചിലപ്പോൾ ചില ഡിസ്കൗണ്ടുകളൊക്കെ അനുവദിച്ച് നൽകാറുണ്ട്. അപ്പോൾ ഇത്തരം ഡിസ്കൗണ്ടുകളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് പ്രൈസിനെ കുറിച്ചൊരു ഏകദേശ ധാരണയിലെത്തണം. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് എക്സിക്യൂട്ടിംഗ് പർച്ചേസ്. ആ പ്രോഡക്റ്റ് നമ്മൾ അങ്ങോട്ട് വാങ്ങാൻ തീരുമാനിച്ച് അത് അങ്ങോട്ട് നടപ്പിലാക്കണം. അങ്ങനെ പർച്ചേസ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം റീറ്റെയിലർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെൻ ടു ടേക്ക് കെയർ ഓർ വെൻ ടു ടേക്ക് ദ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ്. എപ്പോഴാണ് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കേണ്ടത്, അത് തീരുമാനിക്കണം. ദെൻ ലാസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്, വെയർഹൗസിംഗ് ഓഫ് മെർക്കൻഡൈസ്. അപ്പോൾ പർച്ചേസ് ഓർഡറൊക്കെ കൊടുത്തു. പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് അവർ നമ്മൾക്ക് പ്രൊഡക്റ്റ് ഡെലിവറി നടത്തും. അങ്ങനെ പ്രോഡക്റ്റ് ഡെലിവറി നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഓർഡർ ചെയ്ത ലിസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ലഭിച്ച പ്രോഡക്ട്സിനെ കമ്പയർ ചെയ്യണം. ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് അല്ലേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞത് തന്നെയല്ലേ, കളർ അത് തന്നെയല്ലേ, ഫീച്ചേഴ്സ് അത് തന്നെയല്ലേ, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ വിശദമായ വിവരങ്ങളും ലഭ്യമായ പ്രോഡക്റ്റുകളിൽ വിശദമായി പരിശോധിക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം, വെയർഹൗസ് ചെയ്യണം. വെയർഹൗസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. എവിടെയാണോ, ഷോപ്പിലാണോ, നമ്മുടെ ഗോഡൗണിലാണോ, എവിടെയാണ് റെഡി ടു സെയിലാക്കി നമ്മുടെ പ്രോഡക്ട്സ് എടുത്തു വെക്കണം. കസ്റ്റമേഴ്സ് നമ്മുടെ കടയിൽ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ റീറ്റെയിലർക്ക് ഇത് എടുത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, പ്രോഡക്ട്സ് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യണം. സോ നമ്മൾ പറഞ്ഞു മെർക്കൻഡൈസ് ഈസ് ദ കോർ ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെർക്കൻഡൈസ്. അപ്പോൾ ആ മെർക്കൻഡൈസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ മെർക്കൻഡൈസ് മാനേജ്മെന്റിൽ അദ്ദേഹം ചെയ്യുന്നത്, ദ റീറ്റെയിലർ അറ്റംപ്റ്റ് ടു ഓഫർ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് റൈറ്റ് പ്രോഡക്റ്റ് അറ്റ് റൈറ്റ് പ്ലേസ്, റൈറ്റ് പ്രൈസ് ആൻഡ് അറ്റ് റൈറ്റ് ടൈം. നമ്മുടെ കസ്റ്റമേഴ്സിന്, റീറ്റെയിലറുടെ അടുത്ത് വരുന്ന വ്യത്യസ്ത പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ഓർഡർ നൽകുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് കറക്റ്റ് പ്രോഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആണ് അവർ ഓർഡർ ചെയ്ത് ആ ശരിയായ പ്രൊഡക്റ്റ് ശരിയായ ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് ക്വാണ്ടിറ്റി, ദെൻ റൈറ്റ് പ്രൈസ് ശരിയായ വിലയ്ക്ക്, റൈറ്റ് പ്ലേസ് അവർ പറയുന്ന ആ കറക്റ്റ് പ്ലേസിൽ ശരിയായ സ്ഥലത്ത്, ആൻഡ് ഇൻ റൈറ്റ് ടൈം കറക്റ്റ് സമയത്ത്, പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ അളവിലുള്ള പറഞ്ഞ പ്രോഡക്റ്റ് കറക്റ്റായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റീറ്റെയിലർ ഈ മെർക്കൻഡൈസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലൂടെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പൊ ഈ 5 റൈറ്റ്സ് നമ്മൾ പറഞ്ഞു, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് പ്രൈസ്, റൈറ്റ് ടൈം, അങ്ങനെ 5 റൈറ്റ് എലമെന്റ്സ് പറഞ്ഞു. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം ഇദ്ദേഹം മനസ്സിൽ വെക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? ജനറേറ്റ് പ്രോഫിറ്റ്, ഇൻകം ഉണ്ടാക്കണം. ഈ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുന്നതോടൊപ്പം റീറ്റെയിലർ അദ്ദേഹത്തിന്റെ ഇൻകം നിലനിർത്തുകയും വേണം, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം. അപ്പൊ ഈ മെർക്കൻഡൈസ് മാനേജ്മെന്റ് നടത്തുന്ന സമയത്ത് ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടൂള്, മെർക്കൻഡൈസ് മാനേജ്മെന്റിൽ ഏറ്റവും എഫക്റ്റീവായി പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മെർക്കൻഡൈസ് ബഡ്ജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഭാവിയിൽ എടുക്കുന്ന ആക്ഷനെ കുറിച്ച്, നമ്മൾ അതിന്റെ പ്രൈസ്, യൂണിറ്റ്, അതിനെ കുറിച്ചെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ മെർക്കൻഡൈസിലും നമ്മളൊരു മെർക്കൻഡൈസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും. എത്ര യൂണിറ്റ് വാങ്ങിക്കണം, ആരുടെ അടുത്തുനിന്ന് വാങ്ങിക്കണം, എത്ര പ്രൈസിന് വാങ്ങിക്കണം, എത്ര രൂപയ്ക്ക് അത് കസ്റ്റമേഴ്സിന് നൽകണം, അതിനെക്കുറിച്ച് എല്ലാം ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പൊ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചല്ലേ ആക്ടിവിറ്റി പോകുന്നത് എന്ന് നോക്കണം. പക്ഷേ ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ അത്ര എളുപ്പമല്ല. ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ലിമിറ്റ് ചെയ്യാറുണ്ട്. അതാണ് കൺസ്ട്രെയിനിങ് ഫാക്ടേഴ്സ് ഓഫ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. മെർക്കൻഡൈസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യമായി നമ്മൾ നേരിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് തന്നെയാണ്. അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അത്രയും രീതിയിൽ ആക്ഷൻസ് എടുക്കാൻ പറ്റിയ ഫിനാൻഷ്യൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ ബഡ്ജറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഘടകങ്ങളിൽ നിന്ന് നമ്മൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ദെൻ രണ്ടാമതായി സെല്ലിംഗ് സ്പേസ് കൺസ്ട്രെയിൻഡ് ആണ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ ഏരിയ കവർ ചെയ്യുന്ന ഷോപ്പുകളായിരിക്കും. അപ്പൊ അവരുടെ ഷെൽഫ് സ്പേസ്, സ്റ്റോർ സ്പേസ് ഇതെല്ലാം ലിമിറ്റഡ് ഏരിയ ആയിരിക്കും. അപ്പോൾ സെല്ലിംഗ് സ്പേസ് നമ്മൾക്കൊരു കൺസ്ട്രെയിൻഡ് ആണ്. ദെൻ മൂന്നാമതായി പറയുന്നത് ടേൺ ഓവർ കൺസ്ട്രെയിൻ ആണ്. നമ്മുടെ ഇൻകം, നമ്മൾ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ച് കസ്റ്റമേഴ്സിന് നൽകുന്നു. അപ്പൊ ആ ഫംഗ്ഷന്റെ ഇടയിൽ നമ്മൾ സേവ് ചെയ്യുന്ന മണിയാണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു ഇന്റലിജന്റ് പർച്ചേസ് ഡിസിഷൻ എടുത്താലേ നമ്മൾക്ക് കൂടുതൽ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതും ഒരു കൺസ്ട്രെയിന്റ് ആണ്. ദെൻ നാലാമതായി വരുന്ന ലിമിറ്റിംഗ് ഫാക്ടർ ആണ് മാർക്കറ്റ് എൻവയോൺമെന്റ്. അപ്പൊ ഈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് വേണം നമ്മുടെ റീറ്റെയിലർ സപ്ലയേഴ്സുമായി ഡീലിങ്സ് നടത്തുന്ന മെർക്കൻഡൈസ് ഡീലിങ്സിനെ കുറിച്ചിട്ടുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും അതിനെ ബേസ് ചെയ്തുകൊണ്ട് മെർക്കൻഡൈസ് മാനേജ്മെന്റ് പെർഫോം ചെയ്യാനും. നെക്സ്റ്റ് ടോപ്പിക് വെൻഡർ റീറ്റെയിലർ റിലേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഒരു റീറ്റെയിലർ ഓർഡിനറി നമ്മളിപ്പോൾ ഒരു വിതരണ ശൃംഖല അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറേഴ്സ്, അവരുടെ ഏജൻസോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ലാസ്റ്റ് കസ്റ്റമേഴ്സ്, അങ്ങനെയാണ് ഒരു ചാനൽ വരുന്നത്. അപ്പൊ ഈ നമ്മുടെ റീറ്റെയിലേഴ്സ് മെയിനായും 3 പാർട്ടീസുമായിട്ടാണ് റിലേഷൻസ് വരിക. മാനുഫാക്ചറേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ ഏജൻറ്റ്സ്. ഇവരിൽ നിന്നാണ് നമ്മൾ പ്രോഡക്ട്സ് കളക്ട് ചെയ്യുന്നതും നമ്മളുടെ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ മെർക്കൻഡൈസ് മാനേജർ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നടത്തുമ്പോൾ എത്ര ഇന്റർമീഡിയറീസ് വേണം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റർമീഡിയറീസിനെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് റീറ്റെയിലേഴ്സ് മാനുഫാക്ചറേഴ്സുമായി ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട്സ് നടത്താറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ നമ്മുടെ മാനേജർ പ്രധാനമായും ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനനുസരിച്ചല്ലേ മെർക്കൻഡൈസിന്റെ കളക്ഷനും അതുപോലെ തന്നെ ആ പ്രോഡക്ട്സിന്റെ അറേഞ്ച്മെന്റും ഓർഡറിനനുസരിച്ച് സപ്ലൈ നടത്തുന്നതും സ്റ്റോക്ക്, നമ്മുടെ ഇൻവെന്ററിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ആ എമൗണ്ടിന്റെ കറക്റ്റ് ആയ ബഡ്ജറ്റ് പോലെയല്ലേ പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ നമ്മുടെ മാനേജർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ റീറ്റെയിലർ. ദെൻ അവിടെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് ഷ്രിങ്കേജ്. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുക അല്ലെങ്കിൽ കുറയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ആക്ച്വൽ സ്റ്റോക്കും നമ്മുടെ സ്റ്റോറിലുള്ള ഫിസിക്കൽ സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റിയും നമ്മളുടെ ബഡ്ജറ്റ് പ്രകാരമുള്ള ക്വാണ്ടിറ്റിയും ചിലപ്പോൾ വ്യത്യാസം വരും. അതായത് നമ്മൾ ഓർഡർ ചെയ്ത് പ്രോഡക്റ്റ് കളക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, എത്ര യൂണിറ്റ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റോക്ക് ആയിട്ട്, എത്ര യൂണിറ്റ് ഉണ്ട്. അപ്പൊ ബുക്കിൽ കാണിക്കുന്ന സ്റ്റോക്കും ആക്ച്വലി റീറ്റെയിലറുടെ ഷോപ്പിലുള്ള ഫിസിക്കൽ യൂണിറ്റ്സും കൂടെ കണക്കെടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഡിഫറൻസ് വരാറുണ്ട്. It may be due to shoplifting, misplacement or loss in transit or theft by salesman, customers, etc. പല പല കാരണങ്ങൾ കൊണ്ട് ഷ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ ഉദാഹരണമായി നമ്മൾ ഗുഡ്സ് മാനുഫാക്ചറേഴ്സിന്റെ അവിടെ നിന്ന് റീറ്റെയിലറുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന വഴി നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലെ
തന്നെയുള്ള സെയിൽസ്മാൻമാരോ അല്ലെങ്കിൽ നമ്മുടെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെഫ്റ്റ് നടക്കാം. ഷോപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ യൂണിറ്റ്സോ ഒക്കെ ആയിട്ട് ഔട്ട്പുട്ട്സിന്റെ തെഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഷ്രിങ്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മാക്സിമം ഷ്രിങ്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ റീറ്റെയിലർ ശ്രദ്ധിക്കണം. ഷ്രിങ്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കോസ്റ്റ് അധികമായും അല്ലെങ്കിൽ നമ്മൾക്ക് സേവ് ചെയ്യുന്ന മണി കുറയും. മണി സേവ് ചെയ്താലേ മണി ഏൺഡ് ഉണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഷ്രിങ്കേജ് എന്ന് പറയുന്നത് നമ്മളുടെ ലാഭത്തിനെ വിപരീതമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മാക്സിമം ഷ്രിങ്കേജ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ടോപ്പിക്, റീറ്റെയിൽ പ്രൈസിംഗ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ചസ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, മോണിറ്ററി കൺസിഡറേഷൻ ഗിവൺ ബൈ എ കസ്റ്റമർ ഫോർ എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സേവനം നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരമായി പൈസയുടെ ടേംസിൽ കസ്റ്റമേഴ്സ് നൽകുന്ന പ്രതിഫലം അല്ലെങ്കിൽ റിട്ടേൺ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു റീറ്റെയിലർ ഒരു ടാർഗറ്റ് മാർക്കറ്റിന് ഓറിയന്റഡ് ആയി പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിന്റെ പൊട്ടൻഷ്യാലിറ്റി, കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്, കസ്റ്റമേഴ്സിന്റെ ഇൻകം, അവരുടെ സേവിങ്സ് നാച്ചർ, അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സ്, ഗവൺമെന്റ്, കുറേ കാര്യങ്ങൾ, കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കാൻ പാടുള്ളൂ. ഇനി എന്ത് കാരണവശാലാണെങ്കിലും ഒരു ലോങ് റണ്ണില് നമ്മുടെ ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം പ്രോഡക്റ്റിന് പ്രൈസ് ചാർജ് ചെയ്യാൻ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ആൻഡ് ലീഗൽ ഇഷ്യൂസ്. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ഇൻകം ലെവൽ, അവരുടെ ബൈയിങ് നാച്ചർ, അവരുടെ ഫ്രീക്വൻസി ഓഫ് പർച്ചേസിങ്, സേവിങ് നാച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരെക്കാൾ ഒരുപാട് കൂടുതലായോ ഒരുപാട് കുറവോ ഒന്നും നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പൊ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന കോമ്പറ്റേറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ പ്രൈസിങ് പോളിസി കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ സപ്ലയേഴ്സ്, നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ ആരിൽ നിന്നാണോ കളക്ട് ചെയ്യുന്നത് അവർ നമ്മൾക്ക് എത്ര പ്രൈസിനാണ് തരുന്നത്, എത്ര ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്, അപ്പൊ അതിൽ കൂടെ കുറച്ച് നമ്മുടെ പെർസെൻറ്റേജ് കൂടി പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യാം. ദെൻ ഗവൺമെന്റിന്റെ പോളിസി, എത്രമാത്രം ടാക്സ് ഉണ്ട്, അതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ പ്രൈസിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് വ്യത്യാസങ്ങൾ വരുത്താം. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൈസ് പോളിസീസ് ഓരോ സ്ഥാപനങ്ങളും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ തന്നെ ചില സമയത്ത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരാം. ഇപ്പൊ ചില റീറ്റെയിലേഴ്സ്, വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളൊക്കെ നടത്തുന്ന റീറ്റെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്ന് ബൾക്ക് പർച്ചേസ് ആവും നടത്തുന്നത്. അപ്പൊ അവർക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്ന റേറ്റിലായിരിക്കില്ല വളരെ ഒരു ചെറിയ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ഒരു ഓണർക്ക് ലഭിക്കുന്നത്. അപ്പൊ അവിടെ പ്രൈസ് വ്യതിയാനങ്ങൾ വരാം. അപ്പോ ഡിഫറെന്റ് റീറ്റെയിലേഴ്സ് ചാർജ് ചെയ്യുന്ന പ്രൈസിലും വ്യത്യാസം ഉണ്ടാവും. ദെൻ വെർട്ടിക്കൽ പ്രൈസിംഗ് ആണ്, അതായത് ഹോൾസെയിലർ, റീറ്റെയിലർ അവർ തമ്മിൽ അവരുടെ ആ ഒരു മാക്സിമം റീറ്റെയിൽ പ്രൈസിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റെപ്പുകളിൽ വരുന്ന പ്രൈസിംഗ് ഡിസിഷൻസ്. ദെൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് റീറ്റെയിലേഴ്സിന്റെ ഇടയിൽ മാത്രം നിലനിൽക്കുന്ന പ്രൈസിംഗ് പോളിസീസും അഡ്ജസ്റ്റ്മെന്റ്സും. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. അങ്ങനെ പ്രോഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം. ഇപ്പൊ പ്രധാനമായും വരുന്നത് ഒന്ന്, എവറി ഡേ ലോ പ്രൈസിംഗ്. ഏറ്റവും റീസെന്റ് ട്രെൻഡ് ആയിട്ട് നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിംഗിൽ കണ്ടുവരുന്ന ഒരു പ്രൈസിംഗ് പോളിസിയാണ് അത്. ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഓരോ ദിവസവും നമ്മൾ ഷോപ്പിലത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറ്റും. ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം അഡ്വർടൈസ്മെന്റിന്റെ കൂടെ ആവശ്യം വരില്ല. കാരണം കസ്റ്റമേഴ്സിന് അറിയാം അവിടെ പ്രോഡക്ട്സിന് ന്യായമായ വിലയായിരിക്കും, അല്ലെങ്കിൽ വളരെ വില കുറച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള പ്രൈസിംഗ് പോളിസീസ് ഉണ്ട്. കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ കഴിയും, വളരെ കുറച്ച് അഡ്വർടൈസ്മെന്റ് മതി, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. എവറി ഡേ ലോ പ്രൈസിംഗ്. ദെൻ ഹൈ ലോ പ്രൈസിംഗ്.
ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ആദ്യം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് നമ്മുടെ കട തുടങ്ങുന്ന സമയത്ത് നല്ല ഉയർന്ന വിലയ്ക്ക് പ്രോഡക്ട്സ് വിൽക്കും. അപ്പൊ ആളുകൾക്കിടയിൽ ആ പ്രോഡക്റ്റിന്റെ ഇമേജിനെ കുറിച്ചും നമ്മുടെ പുതിയ കടയല്ലേ, അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അത്രയും ഉയർന്ന വിലയ്ക്ക് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നൊക്കെയുള്ള കസ്റ്റമേഴ്സിന്റെ ഒരു ആശയം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്രൈസിങ് മെത്തേഡ് സഹായിക്കാറുണ്ട്. ദെൻ കസ്റ്റമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ ആയാൽ നമ്മളിങ്ങനെ കുറച്ച് മെല്ലെ പ്രൈസ് കുറച്ചോണ്ട് വരും. ദെൻ അതിന്റെ വേറൊരു ടൈപ്പാണ് ലോസ് ലീഡർ പ്രൈസിങ്. ലോസ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിലർ വളരെ ചുരുങ്ങിയ വിലയ്ക്കായിരിക്കും പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അവർക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് വളരെ വില കുറവിൽ കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ കടയിലേക്ക് എത്തുന്ന കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിന് പുറമെ അഡീഷണൽ പർച്ചേസിംഗും കൂടെ നടത്തും. വില കുറവാണെന്ന് കാണുമ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് അവർ വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ നഷ്ടത്തിന്റെ ലെവലിലാവും പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ. പക്ഷെ പിന്നീട് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻകം കൂടും, പ്രോഫിറ്റ് മാർജിനും കൂടും. ദെൻ വേറൊരു മെത്തേഡാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി. സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ഹൈ പ്രൈസ് തന്നെയാണ്, ദെൻ അതിലിങ്ങനെ ചേഞ്ചസ് വരുത്തും. വേറൊരു കാറ്റഗറി പെനിട്രേഷൻ പ്രൈസിംഗ് ആണ്. പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ വളരെ കുറഞ്ഞ പ്രൈസിൽ പിന്നെ ഇങ്ങനെ മെല്ലെ 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 അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. ദെൻ പ്രൈസ് ലൈനിങ്. പ്രൈസ് ലൈനിങ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേ കാറ്റഗറിയിൽ, അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിന് നമ്മളിങ്ങനെ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ആ പ്രൈസിന് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് പ്രൈസ് ചെയ്യുന്നതാണ് പ്രൈസ് ലൈനിങ്. ദെൻ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന്റെ മൈൻഡിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രൈസിങ് ഉണ്ട്. ഉദാഹരണമായിട്ട് പ്രസ്റ്റീജ് പ്രൈസിങ്, ഉയർന്ന വില. അപ്പൊ ആൾക്കാർക്ക് ഉണ്ടാവും, അപ്പൊ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ 2000 രൂപ കൊടുത്ത് വാങ്ങിയാൽ ആ ഡ്രസ്സ് നല്ലതാണ്, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരിക്കും. ലക്ഷറീസ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഹൈ പ്രൈസ് പ്രോഡക്റ്റ് ആണ് പ്രിഫർ ചെയ്യാം. അതേപോലെ തന്നെ 99.95 ആ രീതിയിലൊക്കെ നമ്മൾ പ്രോഡക്ട്സിന് പ്രൈസ് വെക്കാറുണ്ട്. അതേപോലെ 100, 500, 1000 അതൊക്കെ ഓഡ് ഈവൻ പ്രൈസിങ്, ഒറ്റ സംഖ്യയിൽ ഇരട്ട സംഖ്യയിലൊക്കെ വില തീരുമാനിക്കാം. ദെൻ റെഫറൻസ് പ്രൈസിങ്, നമ്മുടെ എക്സ്പീരിയൻസ്, പർച്ചേസ് എക്സ്പീരിയൻസിലെ പ്രൈസിനെ അടിസ്ഥാനമാക്കി വെക്കുന്നത്. അതേപോലെ തന്നെ ബണ്ടിൽഡ് പ്രൈസിങ്, ഇപ്പൊ ഒരു സോപ്പും ഒരു ഹാൻഡ് വാഷും 2 പ്രോഡക്റ്റും കൂടെ ഒരു ബണ്ടിലാക്കി വെക്കുക, എന്നിട്ട് അതിനൊരു പ്രൈസ് ചാർജ് ചെയ്യാം. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പ്രീംപ്റ്റീവ് പ്രൈസിങ്, അതേപോലെ തന്നെ എക്സ്റ്റിങ്ഷൻ പ്രൈസിങ്, പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്, ഡിമാൻഡ് ഓറിയന്റഡ് പ്രൈസിങ്, ഫിക്സഡ് ആൻഡ് വാരിയബിൾ പ്രൈസിങ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് റീറ്റെയിലേഴ്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഏത് ടാർഗറ്റ് മാർക്കറ്റ് ആണോ നമ്മൾ ഓറിയന്റേഷൻ നടത്തിയിട്ടുള്ളത് അതിലെ കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്ത് നമ്മുടെ ബിസിനസ്സിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിങ് മെത്തേഡ്സ് വേണം ഒരു റീറ്റെയിലർ അഡോപ്റ്റ് ചെയ്യേണ്ടത്.